ഹായ്, ഷാഹിനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പട്ടായ വിട്ടിട്ട് ഇപ്പോൾ നേരെ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. ബാങ്കോക്കിൻ്റെ ഹാർട്ട് ഓഫ് ദി സിറ്റിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഗ്രാൻഡ് പാലസിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ബാങ്കോക്ക് രാജാവിൻ്റെ കൊട്ടാരമാണ്. കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കടന്നാൽ നമുക്ക് കാണുക ആമ്പൽക്കുളം, താമരക്കുളം, അതുപോലെ ബോട്ടിൽ സഞ്ചരിക്കാനുള്ള നല്ല നീളമുള്ള ചെറിയ പുഴ. ഇതൊക്കെ കൊട്ടാരത്തിനകത്ത് കയറിയ ആകർഷകമായി നമുക്ക് കാണാൻ പറ്റുന്ന സംഗതികളാണ്. 1782 നിർമ്മിച്ചത് മുതൽ ഈ കൊട്ടാരം രാജാക്കന്മാരുടെ ഔദ്യോഗികവും ആചാരപരവുമായ വസതിയാണ്. തായ് രാജകുടുംബത്തിലെ വാസ്തുവിദ്യ അലങ്കാരമായ ഈ പാലസ് ഇന്നൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഉള്ളിലേക്ക് കടന്നാൽ യൂറോപ്യൻ തായ് വാസ്തുവിദ്യയുടെ കൗതുകകരമായ ഒരു മിശ്രിതമായാണ് നമുക്ക് കാണാനാകുക. തിളങ്ങുന്ന സ്വർണ്ണ സിംഹാസനത്തോടു കൂടിയ വിശാലമായ യൂറോപ്യൻ ശൈലിയിലുള്ള സ്വീകരണ മുറിയും മറ്റ് കൗതുകകരമായ പല കാഴ്ചകളും ഈ കൊട്ടാരത്തിനകത്തുണ്ട്. കൊട്ടാരത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, കാണാനും ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. തായ്ലൻഡിലെ വിനോദസഞ്ചാര കേന്ദ്രമായ സഫാരി വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓപ്പൺ സൂ, മറൈൻ പാർക്ക്, സഫാരി പാർക്ക് എന്നിവയാണ് സഫാരി വേൾഡിലുള്ളത്. 480 ഏക്കർ സ്ഥലത്ത് മൃഗശാലയും ബേർഡ്സ് പാർക്കും ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. 200 ഏക്കർ സ്ഥലത്ത് മറൈൻ പാർക്ക്, പാർക്കിലെ ഏറ്റവും വലിയ ഭാഗത്ത് സഫാരി പാർക്ക്. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ മറൈൻ പാർക്കിലുള്ളതാണ്. ഈ പാർക്കിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലോകമെമ്പാടുമുള്ള പക്ഷികളെയും മൃഗങ്ങളെയും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് കാണുന്നത്. ശരിക്കും നല്ല പരിശീലനം കിട്ടിയ പക്ഷികളും മൃഗങ്ങളുമാണ്. അവരെ ഇവിടെ പരിശീലിപ്പിക്കുകയും വരുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടെ നിൽക്കുകയും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇത് അനുവദനീയമല്ല. നമുക്ക് കടുവയെ മടിയിലിരുത്തി പാല് കൊടുക്കാം, പക്ഷിയെ എടുക്കാം, പരുന്തിനെ എടുത്ത് പറത്താം. അപ്പം അത്രയും ട്രെയിൻഡായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ പാർക്കിനകത്ത് പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കുറച്ച് ഷോകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 7 ഷോകൾ ഡെയിലി ഇവിടെ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്നുണ്ട്. ആ ഷോകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ സൈലോൺ, ഒറാങ്കുട്ടൻ ബോക്സിംഗ് ഷോ, ബേറ്റ് ഷോ, കൗബോയ് സ്റ്റണ്ട് ഷോ, അതുപോലെ എലിഫൻറ്റ് ഷോ, ഡോൾഫിൻ ഷോ, സീ ലൈൻ ഷോ, സ്പൈ ബാർ ഷോ എന്നിങ്ങനെ 7 ഷോകളാണ് ഇവിടെ നടത്തുന്നത്. അത് പല സമയങ്ങളിലായിട്ടാണ് ഒരു ദിവസം നടത്തുക. चलो करो, आजा आजा करो। പക്ഷികളെ പ്രദർശിപ്പിക്കാനായി മിനി വേൾഡ് എന്ന് വിളിക്കുന്ന ഒരു വാക്ക് ത്രൂ ഏവിയറി പാർക്കും ഇവിടെയുണ്ട്. ഇതിൽ പലതരം വേഴാമ്പൽ, മരത്താറാവ്, മാൻഡ്രിൻ താറാവ്, ഫ്ലെമിംഗോകൾ,
ഹോൺബിൽ ജംഗിൾ വിത്ത് ഗ്രേറ്റ് ഇന്ത്യൻ വേഴാമ്പൽ, നിക്കോബാർ പ്രാവ്, പ്രൈഡ് ഇമ്പീരിയൽ പ്രാവ്, വെളുത്ത കിരീടം ചൂടിയ വേഴാമ്പൽ, സ്കാർലറ്റ് മക്കാവ്, ഹൈസിന്ത് മക്കാവ്, റെഡ് ഗ്രീൻ മക്കാവ്, ബ്ലൂ യെല്ലോ ഗ്രൂപ്പ് മക്കാവ്, ഇവയൊക്കെ ഉള്ളൊരു ഏവിയറികളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലും പേര് പറയാനറിയാത്ത ഒരുപാട് തരം പക്ഷികൾ ഇങ്ങനെ കാണാനുണ്ട്. അതുപോലെ വ്യത്യസ്തമായ എന്തോ പച്ചക്കറികൾ തൂങ്ങിക്കിടക്കും പോലെയുള്ളൊരു പക്ഷികളും ഇതിനകത്ത് കാണാം. അതിങ്ങനെ മുകളിൽ വലയിൽ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്വാൻ, അരയന്നങ്ങൾ എല്ലാം കാണാൻ പറ്റും. മുതലകളുടെ ഒരു ഏവിയറി ഉണ്ട്, അരയന്നങ്ങളുടെ ഒരു ഏവിയറി ഉണ്ട്. പല പല ഏവിയറികളിലായിട്ടാണ് വിവിധ ഇനം പക്ഷികൾ, മൃഗങ്ങൾ, പാമ്പുകൾ, അരയന്നങ്ങൾ, കാണ്ടാമൃഗം, തത്തകൾ, അങ്ങനെ പല ഇനം മൃഗങ്ങളും പക്ഷികളും പല പല ഏവിയറികളിലായിട്ടാണ് കാണാൻ നമുക്ക് പറ്റുക. അതുപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്ന പക്ഷികളല്ലാതെ വിചിത്രമായ ചില പക്ഷികളെയും ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊളാബസ് എന്നാണ്. ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തു പോകുന്നത് ഓപ്പൺ സഫാരി പാർക്കിലേക്കാണ്, സഫാരി വേൾഡിലേക്കാണ്. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ പാമ്പുകളുടെ ഒരു ഏവിയറി കാണാൻ പറ്റും. അതിൽ മണൽപ്പാമ്പ് ഒരു സ്പെഷ്യൽ പാമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല നീളവും വണ്ണവുമുള്ള മണൽപ്പാമ്പ്. ഇനി നമ്മൾ പോകുന്നത് സഫാരി പാർക്കിലേക്കാണ്. സഫാരി പാർക്കിലൂടെ നമുക്ക് 8 കിലോമീറ്റർ 50 മിനിറ്റ് ഡ്രൈവ് ചെയ്യാം. സഫാരി പാർക്കിലുള്ളത് ഏഷ്യൻ ആഫ്രിക്കൻ കന്നുകാലികളും വലിയ പറക്കുന്ന വാട്ടർ ബേഡുകളും ഉണ്ട്. ജിറാഫുകളുടെ വലിയൊരു കൂട്ടമുണ്ട്. പിന്നെ കാട്ടുപോത്തുകൾ, ഇമ്പാല, വെളുത്ത കാണ്ടാമൃഗം, അങ്കോൾ കന്നുകാലികൾ, കേപ്പെരുമ, ജെംസ് ബോക്ക്, ഹിപ്പോപ്പൊട്ടാമസ്, ഒട്ടകപ്പക്ഷി, ഗൗർ, സീൻഗായ് ബ്ലാക്ക്, right hand side have some zebra, but in front they have a lot for zebra. ഡ്രോമഡറി, ഒട്ടകം തുടങ്ങിയ ആഫ്രിക്കൻ മൃഗങ്ങളും പാർക്കിന് ചുറ്റുമുള്ള വലിയ വാട്ടർ ബേർഡ് സങ്കേതത്തിൽ വെള്ള പെലിക്കൻ. Do you know which one male, female? No. You see that color, black and white. That is male. White and black, female. Black and white male, white and black female. Yeah, very easy. On your left hand side, that is rhinoceros, rhinoceros,
big body, very strong. And some more zebra in front. ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ എല്ലാത്തരം പക്ഷികളും ഈ പാർക്കിലുണ്ട്. അവയ്ക്ക് ആവാസം ഒരുക്കി തന്നെയാണ് ഈ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. വൃക്ഷങ്ങളിലാണ് ഈ നിരവധി ഈ പക്ഷികൾ ഇരിക്കുന്നത്. നമുക്ക് ഈ വൃക്ഷങ്ങളിൽ പക്ഷികൾ ധാരാളം ഇരിക്കുന്നത് കാണാം. അന്റാർട്ടിക്കയിലെ കിവി ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്റാർട്ടിക്ക ക്ലൈമറ്റിൽ കിവിക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊഴിച്ചിട്ടുള്ള ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ എല്ലാത്തരം പക്ഷികളും ഇവിടെയുണ്ട്. ഭയങ്കര ഭംഗിയാണ്, കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി ഇവയ്ക്കൊക്കെ തീറ്റ കൊടുക്കാനുള്ള അനുമതിയുണ്ട്. ഓപ്പൺ പാർക്കാണെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് പലതരം പക്ഷികളാണ്. ഭയങ്കര രസമാണ് ഇവിടെ വന്നാൽ കാണാൻ. നല്ലൊരു വൈബും ഭയങ്കര രസമാണ്. കൂട്ടത്തോടെ ഇങ്ങനെ തടാകം പോലെയുള്ള ഇതിന് ചുറ്റും തടാകം പോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഒത്തിരി ജിറാഫുകളും അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്രയും ഇവിടെ കാണാനും ആകും. അരയന്നങ്ങളും കൊക്കുകളും കൊറ്റികളും എല്ലാം ഉണ്ട് ഇവിടെ. ശരിക്കും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. പക്ഷികൾ മരത്തിൽ കൂട് വെച്ചിട്ടുമുണ്ട്. കൂടുകളാണ് ഈ കാണുന്നത്. മരത്തിൽ പക്ഷികൾ വെച്ചിരിക്കുന്ന കൂടുകളാണ് കാണുന്നത്. അതിൽ കൂട്ടിൽ കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ ഉണ്ട്. നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഗൈഡുകൾ പറയുന്നുണ്ട്. എന്ത് മനോഹരമായ പക്ഷികളാണ് ഇരിക്കുന്നതെന്നറിയാം. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് നിർത്തി കണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ കാണുന്നത് ജിറാഫുകൾക്ക് കയറി നിൽക്കാൻ ഒരുക്കിയിട്ടുള്ള ഇടങ്ങളാണ്. അതിങ്ങനെ നല്ല ഹൈറ്റിൽ ഓല പോലെ പുല്ലുകൾ വെച്ചിട്ട് അതിനിങ്ങനെ കയറി നിൽക്കാനൊക്കെയുള്ള മഴ വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ കയറി നിൽക്കാനുള്ള ഇടങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് സിംഹങ്ങളുടെ ഏരിയയാണ്. സിംഹം, കടുവ, പുലി ഇങ്ങനെയുള്ളതിൻ്റെ ഏരിയയാണ്. ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ കിടക്കും. ആരെയും ശല്യമൊന്നും ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. ബംഗാൾ കടുവകളൊക്കെ ഉണ്ട് ഇവിടെ. ബംഗാൾ ടൈഗർ ഉണ്ട്. നമുക്കിവിടെ കടുവകളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതിന് പരിശീലനം കിട്ടിയ പരിശീലകരാണ് ഇവിടെ ഉള്ളത്. ഫോട്ടോ എടുക്കുന്നതിന് 1000 ബാത്താണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. പറന്നു ഉരുള് നടന്നുണ്ടോ? ഉരുള് കളിക്കുന്നുണ്ടോ? Chặtไป Da. Okay, tiger. Okay. So please, I have a good news for you. Somebody or just told me that.
വളരെ അടുത്ത് നമുക്ക് കാണാനാവും ഈ കടുവകളെ. കാട്ടുതാറാവും കാട്ടുകോഴികളും ഒക്കെ ഉള്ള ഏരിയയാണ്. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് മറ്റൊരു സ്ഥലത്ത് വന്നു. ഞങ്ങൾക്ക് ലഞ്ച് ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. നല്ല തിരക്കുണ്ട്. സാവന്ന എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല തിരക്കുണ്ട്. ഭക്ഷണം കഴിക്കാൻ തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് തിരക്കാണ്. ഈ സഫാരി പാർക്കിലേക്ക് വന്ന വിനോദസഞ്ചാരികൾ മുഴുവൻ മിക്കവാറും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സാവന്ന എന്നാണ്. ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിയുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.